Hello everyone, welcome to another video of weekly updates from Insight Research Analytics. US-China trade tensions, US inflation data, technology stocks, Indian shipping sector growth, AI innovations, Indian startups, global economic uncertainties എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. US-China ട്രേഡ് ടെൻഷൻസിലുള്ള പുതിയ ഡെവലപ്മെന്റ്സിൽ പ്രസിഡന്റ് ട്രംപിന്റെ അനൗൺസ്മെന്റിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റാലി നമുക്ക് കാണാൻ സാധിക്കും. S&P 500 9.5% വരെ അപ്പായിരിക്കുന്നു. US സ്റ്റോക്ക് എസ്പെഷ്യലി ടെക്നോളജി സ്റ്റോക്സ് US-China ട്രേഡ് ഇഷ്യൂസ് നിൽക്കുമ്പോഴും റാലി ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ട്രേഡ് ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ട്രേഡ് എഗ്രിമെന്റിനുള്ള പ്രതീക്ഷകൾ ഇങ്ങനെ പോസിറ്റീവ് റാലിയിലേക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. US-China trade war creates a highly volatile economic environment. The imposition of tariff on goods from both the countries affect the prices, the market sentiment, and the global supply chains. When tariffs are imposed on consumer goods, it leads to increased production cost. The cost push inflation could harm both the consumer markets and overall economy. However, when the negotiations seem to move in positive direction, the markets typically react with optimism. This is exactly what happened post Trump's announcement. Expectation of reduced tariff could signal a return to normalcy for the markets that were otherwise volatile. The ongoing tariff dispute between China and the US continues to be a major factor in influencing the global economic environment. China, being one of the largest global economies, plays a critical role in global trade. The shift in trade policies could have a ripple effect, influencing the economic conditions of other nations as well. കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഗോൾഡ് വില വീണ്ടും വർദ്ധിച്ചു 3221.4 USD പെർ ഔൺസ് എന്ന ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു. ഗോൾഡ് വിലയുടെ ഈ വർധനവിന് പിന്നിൽ പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനമായത് US-China ട്രേഡ് വാർ, ഗ്ലോബൽ ഫിനാൻസ് അൺസർട്ടേണിറ്റി, ഇൻഫ്ലേഷൻ മുതലായവയാണ്. സാമ്പത്തിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഗോൾഡ് ഒരു സേഫ് ഹേവൻ ഇൻവെസ്റ്റ്മെന്റായി പരിഗണിക്കപ്പെടുന്നു. ഗോൾഡ് കാലത്തിനൊപ്പം തന്റെ വില നിലനിർത്തുന്നു. അങ്ങനെയാണ് അതൊരു സേഫ് ഹേവൻ അസറ്റായി മാറുന്നുവെന്ന് നമുക്കറിയാം. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, രാജ്യാന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളപ്പോൾ നിക്ഷേപകർ കൂടുതലായും ആശ്രയിക്കുന്നത് ഗോൾഡിനെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് സമ്പത്തിനെ സംരക്ഷിക്കാൻ സഹായകമാണ് എന്നുള്ളതാണ്. ഈ ഗോൾഡിലെ ആവശ്യകതയുടെ ഒരു വലിയ ഭാഗം ഗോൾഡ് ETFs വഴിയാണ് എത്തുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവയുള്ള രാജ്യങ്ങളിലുള്ള നിക്ഷേപകർക്ക്. ഇത് ഗോൾഡിനെ ദീർഘകാല നിക്ഷേപത്തിന് വിശ്വാസകരമായ ഒരു വസ്തുവാക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയിൽ യുഎസിന്റെ ഇൻഫ്ലേഷൻ നിരക്ക് 2.4% കുറഞ്ഞു. അത് 5 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് US എക്കോണമിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്, കാരണം ഇത് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതായി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൺസ്യൂമർ ചെലവ് കുറയാത്ത വിധത്തിൽ ആഗോള വളർച്ചയ്ക്ക് സഹായകമാവുകയും ചെയ്യുന്നു. ഇൻഫ്ലേഷൻ കുറയുന്നതിനാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ഇത് കൂടുതൽ സഹായകമാകും. ഇൻഫ്ലേഷൻ നിയന്ത്രിതമായി തുടരുന്നത് ഫെഡറൽ റിസർവിന് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനുമുള്ള ഒരു അവസരം നൽകുന്നു. US ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസി മാർക്കറ്റിന് ദിശ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. The CPI data provides the Federal Reserve with a policy flexibility. ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകമാവുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ്സിലെയും പല കീ സ്റ്റോക്കുകളിൽ ക്വാർട്ടർലി റിസൾട്ട് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടഡ് ആയിരുന്നുവെങ്കിലും ഓർഡർ ഇൻഫ്ലോ ഹയർ ദാൻ എക്സ്പെക്ടഡ് ആയിരുന്നു. With global technology stocks performing well, Indian IT giants like TCS and other IT companies have witnessed strong demand for their services. This is primarily due to the growing adoption of cloud computing, AI solutions and digital transformation by global companies. Additionally, Indian tech companies offer cost-efficient solutions, making them attractive to foreign clients. Looking beyond TCS, we see that the tech stocks in India are seeing growth opportunity despite the global volatility. The companies involved in automation, AI and cloud services are poised for significant growth over the last few years. ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പായ സീറോ ലാബ്സ് NVIDIയയുമായി പാർട്ണർഷിപ്പിൽ പ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ്. ഇത് ഡേറ്റ പ്രോസസിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്ന AI പവർഡ് സൊല്യൂഷൻസ് നിർമ്മിക്കാൻ സഹായിക്കും. ഇന്ത്യ AI നവീനതകൾ വികസിപ്പിക്കുന്ന ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ പ്രോസസിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓട്ടോമേഷൻ എന്നീ മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഗ്ലോബൽ ലെവലിലേക്ക് എത്തുകയാണ്. AI സ്റ്റാർട്ടപ്പുകൾ വ്യത്യസ്തമായ മേഖലകളെ പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഈ നവീന സാങ്കേതിക വിദ്യകൾ ആഗോളതലത്തിൽ അംഗീകാരവും നേടുന്നുണ്ട്. ഇന്ത്യയുടെ ഷിപ്പിംഗ് മേഖല വളർച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് US കോൺഗ്രസിന്റെ പുതിയ ബിൽ സാധ്യതകളും ആഗോള മാർക്കറ്റുകളിൽ പുതിയ കോൺട്രാക്റ്റുകളും ലഭിക്കുന്നതാണ്.
ഇന്ത്യയുടെ ഷിപ്പിംഗ് വ്യവസായം ഒരു വലിയൊരു പോസിബിലിറ്റി മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിലൂടെ ഇന്ത്യൻ കമ്പനികളെ ആഗോള വിപണിയിൽ മത്സരിക്കാൻ ഇതിന് ശക്തി നൽകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് ഇൻ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.